നമസ്തേ, എല്ലാവർക്കും വൈഖരി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അത് ശ്രീ മഹാലക്ഷ്മി പൂജ പഠനം. പൂജയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പൂജ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരുമല്ലേ. എന്നാൽ ആദ്യമേ ആർക്കാണ് പൂജ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്, ഏതൊരു വ്യക്തിക്കാണ് പൂജ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പൂജ ചെയ്യാനായിട്ട് യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് രണ്ട് കാര്യങ്ങളാണ് യോഗ്യത നോക്കേണ്ടത്. ഒന്ന്, ആ ആൾക്ക് താല്പര്യമുള്ള ആളാണോ എന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു പൂജ, ഇത് മഹാലക്ഷ്മി പൂജയെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി പൂജ മാത്രം നമുക്ക് ഒന്ന് ഉദാഹരണമായിട്ട് എടുക്കാം. മഹാലക്ഷ്മി പൂജ നിരന്തരമായിട്ട് ചെയ്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വേണം മഹാലക്ഷ്മി പൂജയുടെ ഉപാസനാ മന്ത്രം, ആ ദേവതയുടെ മൂലമന്ത്രം സ്വീകരിക്കാൻ. ആ മൂലമന്ത്രത്തെ സ്വീകരിച്ച് നിരന്തരമായിട്ട് ഉപാസിക്കുക. ഈ നിരന്തരമായി ഉപാസിക്കുന്ന ഈ ഒരു വ്യക്തിക്കാണ് മഹാലക്ഷ്മി പൂജ ആണെങ്കിൽ ഏതൊരു പൂജ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരുടെയും ഉള്ളിൽ വളരെ വലിയ തെറ്റിദ്ധാരണകളുണ്ട്. പൂജ ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ പാടുണ്ടോ? ഇനി വീട്ടിൽ പൂജ ചെയ്യാൻ പാടുണ്ടോ? വീട്ടിൽ ചെയ്താൽ ചൈതന്യം വരില്ലേ? അതുപോലെ തന്നെ ഈ വീട്ടിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ദോഷം വരില്ലേ? വീട്ടിൽ സ്ത്രീകൾ, പീരിയഡ്സ് ഉള്ള സ്ത്രീകളുണ്ട്, ഇവിടെ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതാണ്. ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് തെളിയുന്നത്. ഈ ചോദ്യങ്ങളിലേക്ക് ഒരു ഉത്തരം സാമാന്യേന നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യമാണ്, നമുക്ക് ചെയ്യാമോ എന്നതിനുള്ളൊരു ഉത്തരമായി. ഇനി സ്ത്രീകൾക്ക് ചെയ്യാമോ, ഇല്ലെങ്കിൽ അതാണ് അടുത്ത ചോദ്യം. നോക്കൂ, ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവത സ്ത്രീയാണ്. ആ സ്ത്രീയെ പൂജിക്കാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കില്ലേ? ഇനി എവിടെയാണ് സ്ത്രീകൾ പൂജ ചെയ്യരുത് എന്ന് എഴുതി വച്ചേക്കുന്നത്? ഒരു പ്രമാണത്തിലും എവിടെയും ഒരിക്കലും സ്ത്രീകൾ ചെയ്യരുത് എന്നൊരു വാക്ക് എഴുതി വച്ചിട്ടില്ല. അതിന് ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്നിരുന്ന് പൂജ ചെയ്യാറുണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ 1-2 ദിവസമേ ഉള്ളൂ. പക്ഷേ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും നിരന്തരമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ ഒരാൾ നമുക്ക് വേണ്ടി എന്നും ആ കുടുംബത്തിന് വേണ്ടി പൂജ ചെയ്തിരുന്നു. അത് ആ വീട്ടിലെ സ്ത്രീകളാണ്, അമ്മമാരാണ്. എന്നും അവരവരുടെ അടുപ്പ് കൂട്ടി അവർ പാചകം ചെയ്യുന്നതിന് മുമ്പ് അഗ്നിഹോത്രവും ഗണപതി ഹോമവും ചെയ്തിട്ടാണ് അവർ തുടങ്ങിയിരുന്നത്. അതിന് വലിയ സാധനങ്ങളൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. അവനവൻ കൊളുത്തുന്ന ആ ഒരു വിറകോ അല്ലെങ്കിൽ ചകിരിയോ അതിലേക്ക് ഒരു കുഞ്ഞ് തേങ്ങാപ്പൂളും കുറച്ച് നെയ്യ് ഉറ്റിച്ച് അവർ മന്ത്രം ചൊല്ലിക്കൊണ്ട് അഗ്നിഹോത്രവും ഗണപതി ഹോമവും ചെയ്തിരുന്നു. ഇങ്ങനെ പോയിരുന്ന ഒരു ഭാരതീയ സംസ്കാരമായിരുന്നു നമ്മുടേത്. എന്നാൽ സ്ത്രീകൾ പൂജ ചെയ്യാൻ പാടില്ല, പീരിയഡ്സ് ആയ സ്ത്രീകളുള്ള വീട്ടിൽ, ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുന്ന വീട്ടിൽ, നോൺ വെജ് കയറ്റുന്ന വീട്ടിൽ ഒരിക്കലും പൂജ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തെറ്റായ ധാരണയെ കുത്തിനിറച്ച പൗരോഹിത്യത്തിലൂടെയാണ്. ആ പൗരോഹിത്യം വന്നതോടുകൂടിയാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും തെറ്റായ ധാരണകൾ ഉണ്ടാവുകയും നമ്മൾ അതിനെയൊക്കെ ഭയത്തോട് കാണുവാൻ തുടങ്ങുകയും വർഷത്തിൽ 1-2 കൂടിപ്പോയ ഒരു പ്രാവശ്യം, അതും വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഉള്ളൂ, വാർഷികമായിട്ട് ഗണപതി ഹോമമോ അല്ലെങ്കിൽ ഭഗവതി സേവയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പൂജ നമ്മുടെ വീട്ടിൽ ആചരിക്കാനായിട്ട് പുറത്തു നിന്നും ഒരാളെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ആൾ ചെയ്യുന്ന പൂജയിൽ നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു ഗണപതി ഹോമത്തിൽ നിങ്ങൾക്ക് ഹവിസ് ഹോമിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു പൂവ് ആ വിഗ്രഹത്തിലേക്ക് അർച്ചിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഒരു നീതിയും ചെയ്യാൻ, സ്വന്തമായിട്ടൊരു നീതിയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും മാറി നിന്ന് അത് കാണുകയും ഒരു കാര്യത്തിന് മാത്രം അവർ നമ്മളെ അടുപ്പിക്കും. എന്താണെന്നറിയോ? ആരതി എടുക്കുവാനായിട്ട് മാത്രം. അല്ലാതെ വേറെ എന്തിനെങ്കിലും നമുക്ക് അവർക്ക് പകരം നമുക്ക് കൃത്യമായിട്ട് ക്രമമനുസൃതമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ടാകാം, എങ്കിൽ പോലും നമ്മൾ മാറി നിൽക്കുകയാണ് ഭയത്തോടു കൂടി. ഇതൊക്കെ കുറച്ച് സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് എന്നൊരു ധാരണ. നോക്കൂ, നമ്മുടെ പ്രമാണത്തിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. പൂജ എന്ന് പറയുന്നാൽ പൂജ പുറത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതെങ്ങനെയെന്ന് നമുക്ക് മഹാലക്ഷ്മി പൂജയിൽ മാത്രം ഒന്ന് നിർത്തി നോക്കാം. നോക്കൂ, മഹാലക്ഷ്മി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കരുതുന്നത് പോലെ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നാളെ എനിക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ എനിക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാവും, എനിക്ക് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാറ്, അങ്ങനെയൊക്കെ ഉള്ള ധാരണയാവാം. പക്ഷേ അതല്ല.
അതിനപ്പുറം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമല്ല, സമ്പൽ സമൃദ്ധി ഐശ്വര്യം എങ്ങനെയാണ് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതെന്നാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. നോക്കൂ, മഹാലക്ഷ്മി എന്ന് പറയുന്നത് അതൊരു ഉയർന്ന ഗുണമാണ്. ആ ഗുണത്തെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഉള്ളിലാണ് ഈ ഗുണങ്ങളെല്ലാം ഇരിക്കുന്നത്. ഈ ഗുണം എവിടെയും പുറത്തുനിന്ന് ഒരു സാധനം എടുക്കുന്ന ഒരു വസ്തു അല്ലത്. നമ്മുടെ ഉള്ളിലുള്ള ഗുണത്തെ ഉയർത്തലാണ് മഹാലക്ഷ്മി പൂജയിലൂടെ നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ഉയർത്താം? അവിടെയാണ് നമ്മളൊരു ഉദാഹരണം ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ വീട് പൂട്ടുന്നതും തുറക്കുന്നതും ഒരു പ്രത്യേക ഒറ്റയൊരു താക്കോൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് അതിന് തന്നെ ഒരു പർട്ടിക്കുലർ കീ ഉണ്ട്. ആ കീ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ മറ്റേത് ഡോറിൻ്റെ താക്കോൽ ഉപയോഗിച്ചാൽ, കിച്ചണിലെ ആയാലും വർക്ക് ഏരിയയിലായാലും വേറെ ഏതെങ്കിലും ബെഡ്റൂമിൻ്റെ ആയാലും ഏത് റൂമിൻ്റെ താക്കോൽ യൂസ് ചെയ്യാൻ നോക്കിയാലും തുറക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ളൊരു കീ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗുണമാണ് ശ്രീ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി ദേവീനെ എന്ന ഗുണത്തെ ഉണർത്തണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കീ ഇട്ട് നമ്മൾ തുറക്കണം. ആ കീയിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്കുമാണ്, അഥവാ സ്വിച്ച് ഇടുമ്പോഴാണ് ആ ഒരു ബൾബ് കത്തുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുദാഹരണമാണ് മാധവ്ജി പറഞ്ഞു വെച്ച ഒരു ഇലക്ട്രിസിറ്റിയിലൂടെ ഈശ്വരനെയും ദേവതയും വേർതിരിക്കുക. മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവതയാണ്. ദേവതയെല്ലാം ഗുണങ്ങളാണ്. അതിന് മാധവ്ജി പറഞ്ഞിങ്ങനെയായിരുന്നു. വളരെ ഗംഭീരമായിട്ടും ലളിതമായിട്ടുമാണ് ഒരു ഉദാഹരണം ഉള്ളത്. അതായത് ഈ ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് കാണാനോ തൊടാനോ രുചിക്കാനോ ഒന്നും പറ്റില്ല. തൊട്ടാൽ ഷോക്ക് അടിക്കും എന്നല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇലക്ട്രിസിറ്റി കൊണ്ട്. പക്ഷേ ആ ഇലക്ട്രിസിറ്റിനെ നമ്മൾ ബൾബ് എന്ന ഉപകരണത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ലൈറ്റ് എന്നുള്ള ഒരു ക്വാളിറ്റി, ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. AC എന്നുള്ള ഒരു ഉപകരണത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് തണുപ്പ് എന്ന ഗുണം കിട്ടും. ഫാനിലേക്ക് കൊണ്ടുവന്നാൽ കാറ്റെന്ന ഗുണത്തെ കിട്ടും. ഇതെന്താണ്? ആ ഉപകരണത്തിലൂടെ വേർതിരിച്ചെടുക്കുകയാണ്. അത് സ്വിച്ച് ഇട്ടാൽ മാത്രമേ അതിലേക്ക് ഇലക്ട്രിസിറ്റി, എപ്പോഴും വെറുതെ ഇരിക്കുന്ന ഒരു ബൾബിലേക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യത്തില്ല. ആ സ്വിച്ച് ഇട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലോ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്ത് ഫുൾ നിലനിൽക്കുന്ന ചൈതന്യമാണ്. ഞാനും നിങ്ങളും എല്ലാം ഈശ്വരൻ തന്നെയാണ്. പക്ഷേ അതിലുള്ള ഗുണത്തെ നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ ആ സ്വിച്ച് ഇടണം. ആ സ്വിച്ച് ഇടാതെ ഒരിക്കലും ഗുണം ഉണ്ടാകാൻ പോണില്ല. ചിലരിൽ ആ ഒരു കോൺഫിഡൻസ് വളരെ ലെവൽ കൂടുതലാവാം. എന്നിരുന്നാലും ആ ഒരു സ്വിച്ച് ഇടുമ്പോഴാണ് ആ ഒരു ഗുണം ഉണരുന്നത്. ആ സ്വിച്ചാണ് ഈ ഉപാസനാ മന്ത്രം എന്ന് പറയുന്നത്. അത് ആചാര്യനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണം ഇപ്പോൾ ഈ ഒരു ഒറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് മഹാലക്ഷ്മി പൂജയിലൂടെ സംഭവിക്കുന്നത്. നോക്കൂ, നമ്മളുടെ ഏതൊരു ഉയർച്ചയുടെ, അതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഉയർച്ച, അവരുടെ അക്കാദമിക് സക്സസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു കൗടുംബിക ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സാമ്പത്തികവും എല്ലാം നിറഞ്ഞതാണ് ഒരു വ്യക്തിയുടെ ഉയർച്ച എന്ന് പറയുന്നത്. ഇതിനെല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് കൃത്യമായിട്ട് ചെകഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമുമാണ്. ഈ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീമാണ് ശരിക്കും ലക്ഷ്മി എന്ന് പറയുന്നത്. ആ സെൽഫ് കോൺഫിഡൻസിനും സെൽഫ് എസ്റ്റീം എന്നൊരു ഗുണം ആർക്കുണ്ടോ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. അവർ ഒരിക്കലും ഓവർ കോൺഫിഡൻറ്റും അല്ല, എന്നാൽ തീരെ ലോ ആയിട്ടുള്ള അവസ്ഥയിലല്ല. കൃത്യമായിട്ടൊരു ലെവലിൽ ഒരു കാര്യത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ടേക്ക് വന്ന് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ വിജയിക്കത്തുള്ളൂ. ആ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഊർജ്ജമാണ് കോൺഫിഡൻസ്. ആ ഒരു ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്. ആ ക്വാളിറ്റീനെ നമ്മുടെ ഉള്ളിൽ, ആ ക്വാളിറ്റിയാണ് ഉണരാനായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഇന്നത്തെ ഓരോ ന്യൂസുകൾ അറിയാം. ഇന്ന് 2ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ എന്താണ് കിട്ടുന്നതെന്ന് നമ്മൾ പത്രങ്ങളിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ എല്ലാം ന്യൂസ് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ ദൗർബല്യം, നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യമുണ്ട്. ആ ദൗർബല്യത്തെ, ആ വീക്ക്നെസ്സിനെ അതിജീവിച്ചുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എൻ്റേതായിട്ടൊരു സംസ്കാരമുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സത്വമുണ്ട്, ആ സത്വത്തിൽ തന്നെ ഞാൻ ഉയർച്ചു നിൽക്കും, എന്നെ അതിൽ നിന്നും ആർക്കും ഒന്ന് പിന്നോട്ടേക്ക് വലിക്കാനോ എന്നെ ഒന്ന് വഴിതിരിച്ചു വിടാനോ ആർക്കും കഴിയില്ല എന്ന് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന, ആ ഒരു കോൺഫിഡൻസിനെ ഉണർത്തുന്ന ഒന്നാണ് ഈ മഹാലക്ഷ്മി പൂജ പോലുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന പദ്ധതികൾ. എന്നാൽ നമ്മൾ അതിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റു പലതിൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മഹാലക്ഷ്മി പൂജ എങ്ങനെയാണോ ഭാരതത്തിലെ അമ്മമാർ ആചരിച്ചിരുന്നത്, അതുപോലെ ഓരോ സ്ത്രീകളും ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ചെയ്യേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ഈ പറഞ്ഞ പോലെ മഹാലക്ഷ്മി പൂജ ചെയ്താൽ ചൈതന്യം വരില്ലേ, അപ്പോൾ ക്ഷേത്രം പണിയണം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിങ്ങൾ മുൻകൈ എടുത്ത് മുന്നോട്ടേക്ക് വന്നാലും പിന്തിരിപ്പിക്കാൻ ആളുകളുണ്ടാവും. അവരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നോക്കൂ, ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരനാണല്ലേ. ആ ചൈതന്യത്തെയാണ് നമ്മൾ ശിവം എന്നൊക്കെ വിളിക്കുന്നത്. ശിവത്തിൻ്റെ ആ ഒരു വള്ളി എടുത്ത് മാറ്റിയാൽ ശവം എന്നാണ് അതിനെ വിളിക്കുക. അതെന്താണത്? നമ്മളെല്ലാം ശിവനാണെന്ന് നമുക്ക് പറയാം. അതെന്താ? നമ്മളൊക്കെ ഈശ്വരനാണ്, ശിവനാണ്, ആ ചൈതന്യമാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ശവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദാമോദരേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആൾ ഇന്നലെയും കൂടെ കണ്ടേയുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ മൂപ്പര് മരിച്ചു പോയപ്പോഴത്തേക്കും ദാമോദരേട്ടൻ പോയി. ദാമോദരേട്ടൻ്റെ ബോഡി കൊണ്ടുവന്നോ? ബോഡി എപ്പോഴാണ് അടക്കം ചെയ്യുന്നതെന്നാണ് ചോദിക്കുക. അല്ല, ദാമോദരേട്ടനെ കൊണ്ടുവന്നോ? ദാമോദരേട്ടന് പോസ്റ്റ്മോർട്ടം നടത്തിയോ? ദാമോദരേട്ടൻ എപ്പോഴാണ് അടക്കം ചെയ്യുന്നതെന്ന് ഒരു വ്യക്തിയും ചോദിക്കത്തില്ല. ബോഡി 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 എന്നൊരു വാക്കേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. എന്താ? ദാമോദരേട്ടനപ്പം എന്താ? അതൊരു ചൈതന്യമാണ്. ആ ചൈതന്യം ശരീരം വിട്ടുപോയാൽ പിന്നെ ശരീരം വെറും മാംസപിണ്ഡം, വെറും ശവമാണ്. അതാണ് ചൈതന്യം. ഈ ചൈതന്യം ഞാനും നിങ്ങളും ഈ ചൈതന്യമാണ്. പിന്നെ ഏത് ചൈതന്യം വീട്ടിൽ വന്നിട്ട് ക്ഷേത്രം ഉണ്ടാക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാൻ തന്നെയാണ്, ഈശ്വരീയ കലയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നും ചെയ്തിട്ട് നാളെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ലക്ഷ്മി വന്നിട്ട് ശിക്ഷിക്കും എന്നൊരു സാധനവേ ഇല്ല. അതിൽ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഭാരതീയ ധർമ്മ പ്രചാര സഭ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് മഹാലക്ഷ്മി പൂജയെ മഹാലക്ഷ്മി പൂജ ഉൾപ്പെടെ അനവധി പൂജാ പദ്ധതികളെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പൂജ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു LKG കുട്ടിക്ക് പോലും പഠിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിലോസഫിക്കലായിട്ടുൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഈ കോഴ്സ്. മാത്രമല്ല, ഈ ഒരു പൂജാ പഠനം ചിട്ടപ്പെടുത്തുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു തന്ത്രി എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് ആ രീതിയിലേ അല്ല, അത് മറ്റൊരു ക്രമമാണ്. ഇത് വീട്ടിൽ നമുക്ക് ഓരോ സാധാരണക്കാർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലക്ഷ്മി പൂജ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. വീണ്ടും ഉള്ളിലൊരു ഭയം നിന്നേക്കാം. അപ്പോഴും എന്നും ചെയ്തിട്ട് ചെയ്യാതിരുന്നാലോ? എന്നും ചെയ്യണമെന്ന് ആരും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് മാസത്തിലൊരിക്കലോ, ഒരു പൗർണമിയുടെ അന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പക്കപ്പിറന്നാളിൻ്റെ അന്നോ, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം നടക്കുന്ന അന്നോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പുറത്തും നിന്ന് ഒരാളെ വിളിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിയോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ? എന്തിനാണ് അവിടെ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം? എന്തിനാണ് ഒരു ഭാഗ്യസൂക്തം ഒരു തിരുമേനി ചൊല്ലുന്നത് പോലെ തന്നെയല്ലേ നമ്മളും ചൊല്ലിയാൽ നമ്മുടെ ദേവി കേൾക്കില്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നലത്തെ പ്രത്യേകത എന്തായിരുന്നു? പൊങ്കാലയായിരുന്നു ഇല്ലേ? പൊങ്കാല ആചരിച്ച ആരാ? ഈ ക്ഷേത്രതന്ത്രിയും തിരുമേനിയാണോ? അല്ല, ഓരോ അമ്മമാരാണ്, സ്ത്രീകളാണ് അവിടെ പൊങ്കാല ഇട്ടത്. ആ പൊങ്കാല ഇടുമ്പോഴത്തേക്കും ദേവിക്ക് ചെയ്യുന്ന വലിയൊരു പൂജ തന്നെയാണത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിരുന്നെങ്കിൽ അതേ കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ നിങ്ങൾ കാണിക്കേണ്ടത് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതിലും. അതുകൊണ്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഭാരതീയ ധർമ്മ പ്രചാര സഭയിലൂടെ മഹാലക്ഷ്മി പൂജ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. വർഷങ്ങളായിട്ട് എന്നും ചെയ്യാറുണ്ട്. ചില യാത്രകളോ മറ്റോ കാരണമാണ് ഞങ്ങൾക്ക് ചില ദിവസങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അല്ലാതെ ഇവിടെ യാതൊരു നിബന്ധനകളും ഇല്ല. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്നുമാണ് നമ്മൾ ഇത് പഠിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആചാര്യൻ മറ്റാരുമല്ല, ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ്ജിയാണ് ഇത് പഠിപ്പിക്കുന്നത്. തികച്ചും ഓൺലൈനിലൂടെയാണ് ഇത് പഠിപ്പിച്ചു വരുന്നത്. ഓൺലൈനിലൂടെ പഠിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക്, അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഭാരതീയ ധർമ്മ പ്രചാര സഭകൾ പൂജ കൂടുതലും ഓൺലൈനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ വേറൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവാം. ഓൺലൈനായിട്ട് പൂജയൊക്കെ പഠിപ്പിക്കാൻ പാടുണ്ടോ? മന്ത്രമൊക്കെ കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനൊരു ചോദ്യം. നോക്കൂ, ഇന്ന് ഈ ലോകത്ത് തീവ്രവാദം ഉൾപ്പെടെ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നടക്കുന്നു. അതായത് ലോകത്തിന്മയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോക നന്മയ്ക്കായിക്കൊണ്ട് നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ യൂസ് ചെയ്തുകൂടാ എന്നൊരു ചിന്തയായിട്ട് ഭാരതീയ ധർമ്മ പ്രചാര സഭ മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ അന്നു മുതൽ കൂടുതൽ ഓൺലൈനിലൂടെയാണ് പൂജകൾ പഠിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്ത് പല സ്ഥലത്തു നിന്നും ആൾക്കാർക്ക് അവരവൻ്റെ കൺവീനിയൻറ്റ് സമയത്ത് നിന്നും പൂജകൾ പഠിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മഹാലക്ഷ്മി പൂജ ഉൾപ്പെടെ പല പൂജകളും താല്പര്യം പ്രകടിപ്പിക്കുന്നതനുസരിച്ച് ഓരോരോ പൂജാ പദ്ധതികളെ കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ശ്രീനാഥ് കാരാട്ട് ശ്രീനാഥ്ജി എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം പഠിപ്പിച്ചു വരുന്നത് ഓരോരുത്തരിലും. ഇവിടെ യാതൊരു നിബന്ധനകളും ഇല്ലയെന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക, തരുന്ന ഉപാസനാമന്ത്രം കൃത്യമായിട്ട് ഉപാസിക്കുക. അതിൽ നോൺ വെജ് പ്രശ്നമാണ്, മാരീഡായത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നോക്കൂ, പൂജ പറഞ്ഞിരിക്കുന്നത് ഒരു കൗടുംബിക ജീവിതം, ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ്. അല്ലാതെ ഒരിക്കലും ബ്രഹ്മചാരി ആയിരിക്കണമെന്നോ നോൺ വെജ് ഉപേക്ഷിക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോൺ വെജ് ആണോ, നിങ്ങൾ നോൺ വെജ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളൊരു പൂജ പഠിച്ചു എന്ന് വെച്ച് നാളെ നിങ്ങൾ വെജിറ്റേറിയൻ ആകാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നോൺ വെജ് ആയിട്ടൊരു വ്യക്തി ദേവിയെ പൂജിച്ച് കഴിഞ്ഞാൽ ദോഷം വരുമോ? ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നോൺ വെജ് ആണ്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. കാരണം ഈ ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ്. ആ ഗുണത്തെ ഉയർത്തുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്ക് ഇതിലൂടെ ഉള്ളത്. ഒരു വളരെ കോൺഫിഡൻസ് നിറഞ്ഞ നല്ലൊരു ജനറേഷനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി മഹാലക്ഷ്മി പൂജ നമ്മൾ ഓരോരുത്തരും പഠിപ്പിക്കുന്നുമുണ്ട് ഭാരതധർമ്മ പ്രചാര സമിതിയിലൂടെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഹസ്രലക്ഷ്മി യജ്ഞമാണ്. അത് ഈ കുറച്ച് മാസങ്ങൾ മുമ്പാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സഹസ്രലക്ഷ്മി മഹായജ്ഞം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 300-ൽ കുറയാതെ ആളുകൾ ഒരുമിച്ച് ഒത്തുകൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ പൂജ ചെയ്യുന്നതാണ്. നമ്മുടെ ഉദ്ദേശം ഈ കേരളത്തിൽ 14 ജില്ലകളിലും നടത്തി വരണമെന്നാണ്. എന്നാൽ ആദ്യം ട്രിവാൻഡ്രത്താണ് നടന്നത് കുറച്ച് മാസങ്ങൾ മുമ്പ്. രണ്ടാമത് തൃശ്ശൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. മൂന്നാമത് നടന്നത് ദുബായിലെ അജ്മാനിൽ വെച്ചും, നാലാമത് ന്യൂയോർക്കിലെ ഹ്യൂസ്റ്റണിലും, അഞ്ചാമത് കാനഡയിലെ ടൊറൻറ്റോയിലും വെച്ചിട്ടായിരുന്നു. എവിടെയുള്ള ആൾക്കാരാണോ കൂടുതലായിട്ട് പൂജയിൽ ചേർന്ന് അവർ പഠിച്ച് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് വന്ന് ഒരു യജ്ഞമായിട്ട് കണ്ടക്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആ ജില്ലയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭാരതീയ ധർമ്മ പ്രചാര സഭ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കതിന് ഒരുക്കി തരുന്നതാവും. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തതിന് ശേഷം ഒരു കൃത്യമായിട്ടൊരു സ്ഥലത്ത് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് നമ്മൾ ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ വളരെ അഭിമാനവും എന്നാൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാലക്ഷ്മി അല്ലെങ്കിൽ ഈ സഹസ്രലക്ഷ്മി യജ്ഞം നടന്നത് നമ്മുടെ ഈ ഭാരതത്തിൽ, കേരളത്തിൽ അതിനപ്പുറം പുറത്താണ് എന്നുള്ളത്. അത് വളരെ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ന്യൂയോർക്കിലെ ഹ്യൂസ്റ്റണിലും, അമേരിക്കയിലെ അറ്റ്ലാന്റയിലും, കാനഡയിലെ ടൊറൻറ്റോയിലൊക്കെ നടക്കുന്നുള്ള വളരെ ദുബായിൽ അജ്മാനിലും ഒക്കെ പല സ്ഥലത്ത് നടക്കുന്ന വളരെ പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഭാരതത്തിൽ ജനിച്ച, ഭാരതഭൂമിയിൽ ജനിച്ച കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ യാതൊരു താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരികയോ അവർക്ക് ഭയം കാരണം അവർ പിന്നോട്ടേക്ക് നിൽക്കുകയാണ്. എന്നാൽ പുറത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും അത് വളരെ താല്പര്യത്തോടുകൂടി അവർ പഠിക്കുകയും ഓൺലൈനായിട്ട് തന്നെ പഠിക്കുകയും അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ട് യജ്ഞമായിട്ട് അവർ ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വളരെ വലിയൊരു സങ്കല്പം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ആരോടും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല വീഡിയോ ഷെയർ ചെയ്യാനായിട്ട്. എന്നാൽ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം മഹാലക്ഷ്മി പൂജാ പദ്ധതിയുണ്ട്. ഇത് പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ ക്ലീഷായ ഡയലോഗ് അടിക്കാറുണ്ട്. എന്താണെന്നറിയോ? പഠിക്കാനായിട്ട് നിറയെ താല്പര്യമുണ്ട് ആൾക്കാരുണ്ട്, പക്ഷേ അത് കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ഇല്ല. അത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരെ ഇന്ന് കണ്ടെത്താനില്ല. അതിനുള്ള പുസ്തകങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത് തിരിഞ്ഞിരിക്കുന്നു. ആളുകൾ ഇവിടെ ചുറ്റിനുണ്ട് പഠിപ്പിക്കാൻ. നിറയെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിയുക. ഇവിടെ വേറൊരു ചോദ്യം കൂടെ വരാം. നിങ്ങൾക്ക് ഈ മഹാലക്ഷ്മി പൂജ ഈ ഓൺലൈനിലൂടെയൊക്കെ തരുന്നത് ശരിയാണോ? അതൊക്കെ നേരിട്ട് ഒരു ആചാര്യ മുഖത്ത് നിന്ന് ലഭിക്കേണ്ട ഒരു കാര്യമല്ലേ എന്ന്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ആനുകാലികമായൊരു പ്രസക്തി. നേരിട്ട് ഒരു ആചാര്യ മുഖത്ത് നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു വെച്ചത് ഏതൊരു കാലത്താണ്? മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ യാതൊരു അവൈലബിലിറ്റി ഇല്ലായിരുന്ന ഒരു കാലം.